വചനോപാസനയായി വരമഴ പൊഴിയുകയായി വാനവും ഭൂമിയും സംഗീതമാധുരിയിൽ വീണ്ടും ഇണങ്ങുകയായി. വചനോപാസന. സങ്കീർത്തനം 4. ദൈവത്തിൽ ആനന്ദവും സുരക്ഷിതത്വവും. നീതി നടത്തി തരുന്ന ദൈവമേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. എനിക്കു നീതി നടത്തി തരുന്ന ദൈവമേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. ക്ഷതമേൽപ്പിക്കും. എത്ര നാൾ നിങ്ങൾ പൊള്ളവാക്കുകളിൽ രസിച്ചു വ്യാജം അന്വേഷിക്കും. എനിക്കു നീതി നടത്തി തരുന്ന ദൈവമേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. എനിക്കു നീതി നടത്തി തരുന്ന ദൈവമേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. കർത്താവ് നീതിമാന്മാരെ തനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു, ഇന്നറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കുന്നു. കോപിച്ചു കൊള്ളുക, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങൾ കിടക്കയിൽ വച്ചു ധ്യാനിച്ചു മൗനമായിരിക്കുക.
വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. എനിക്കു നീതി നടത്തി തരുന്ന ദൈവമേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. ഉചിതമായ ബലികൾ അർപ്പിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുവിൻ. ആരു നമുക്ക് നന്മ ചെയ്യും? കർത്താവേ, അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. ഇന്നു പലരും പറയാറുണ്ട്, എനിക്കു നീതി നടത്തി തരുന്ന ദൈവമേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. എനിക്കു നീതി നടത്തി തരുന്ന ദൈവമേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങു നിക്ഷേപിച്ചിരിക്കുന്നു. ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും. എന്തെന്നാൽ കർത്താവേ, അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. കർത്താവേ, അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. എനിക്കു നീതി നടത്തി തരുന്ന ദൈവമേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. എനിക്കു നീതി നടത്തി തരുന്ന ദൈവമേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. വചനോപാസന. നാലാം സങ്കീർത്തനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്
ഒരു ഭക്തൻ്റെ മനസ്സിലുണ്ടാകുന്ന സുരക്ഷിതത്വവും ആനന്ദവുമാണ്. ഇത് വിലാപ കീർത്തനമാണെങ്കിലും ഇതിൽ തിളഞ്ഞു നിൽക്കുന്നത് ഒരു അഭയ ബോധ്യമാണ്. ദൈവത്തിൽ അഭയം കണ്ടെത്തുന്ന ഒരു ഭക്തനെയാണ് നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. 4-ാം സങ്കീർത്തനം ഒരു സായാഹ്ന പ്രാർത്ഥനയാണ്. ഈ സങ്കീർത്തകൻ ചെയ്യുന്നത് തൻ്റെ സഹോദരങ്ങൾക്ക് ഉപദേശം നൽകുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 4-ാം സങ്കീർത്തനം 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. കോപിച്ചുകൊള്ളുക, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങൾ കിടക്കയിൽ വെച്ച് ധ്യാനിച്ച് മൗനമായിരിക്കുക. ഉചിതമായ ബലികൾ അർപ്പിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ തൻ്റെ സഹോദരങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകുന്ന സങ്കീർത്തകനെയാണ് 4-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആദ്യം ദൈവത്തോട് സങ്കീർത്തകൻ സംസാരിക്കുമ്പോൾ അതിൽ നിഴലിച്ച് നിൽക്കുന്നത് ഞെരുക്കത്തിൽ വിസ്തൃതിയേകുന്ന ദൈവത്തെയാണ്. ഞെരുക്കമെന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥമാക്കുന്നത് ശ്വാസം മുട്ടുന്ന ഒരു സാഹചര്യത്തെയാണ്. ഇടുങ്ങിയ സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴാണല്ലോ നമുക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വിസ്തൃതിയേകുന്ന ഒരു ദൈവത്തെയാണ് സങ്കീർത്തകൻ ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നതിനായിട്ട് ശ്രമിക്കുന്നത്. ഈ ഞെരുക്കം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ജീവിത ക്ലേശങ്ങളെയാണ്. അതിനെ വേണമെങ്കിൽ നമുക്ക് ശത്രുക്കളിൽ നിന്നും നമുക്കുണ്ടാകാവുന്ന പീഡനങ്ങളായിട്ടും കഷ്ടതകളൊക്കെ ആയിട്ടും നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കും. ഈ അനുഭവ ബോധ്യത്തിൽ നിന്നുമാണ്, ഈ ഉറച്ച ഒരു ബോധ്യത്തിൽ നിന്നുമാണ് സങ്കീർത്തകൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുന്നത്. എനിക്ക് നീതി നടത്തി തരുന്ന ദൈവമേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ എന്നാണ്. ഞെരുക്കത്തിൽ എനിക്ക് അങ്ങ് അഭയമരുളി, കാരുണ്യപൂർവ്വം എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന്. അപ്പോൾ സങ്കീർത്തകനോട് പറയാണ്, ഞെരുക്കത്തിൽ അവിടുന്ന് എനിക്ക് അഭയമരുളി. എനിക്ക് എൻ്റെ ജീവിത ഞെരുക്കങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നു പോയപ്പോൾ അതിൽ നിന്നെല്ലാം ഒഴിവ് നൽകി എന്നെ അതിൽ നിന്നെല്ലാം മോചിപ്പിച്ചു എന്ന ഒരു ബോധ്യമാണ് ഇവിടെ സങ്കീർത്തകൻ പങ്കുവയ്ക്കുന്നതായിട്ട് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നത്. 2ഉം 3ഉം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഞെരുക്കുന്ന ശത്രുക്കളെക്കുറിച്ചാണ് സങ്കീർത്തകൻ പറയുന്നത്. മാനവരെ, എത്ര നാൾ നിങ്ങൾ എൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കും? എത്ര നാൾ നിങ്ങൾ പൊള്ളവാക്കുകളിൽ രസിച്ച് വ്യാജമന്വേഷിക്കും? കർത്താവ് നീതിമാന്മാരെ തനിക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കുന്നു. സങ്കീർത്തകൻ ശത്രുക്കളെ അഭിസംബോധന ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന വാക്ക് മാനവരെ എന്നാണ്. അതിലൂടെ സങ്കീർത്തകൻ അർത്ഥമാക്കുന്നത് മനുഷ്യൻ്റെ നിസാരതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സങ്കീർത്തകന് അഭിമാനക്ഷതം വരുത്തുകയാണ് ശത്രുക്കൾ ചെയ്യുന്നത്. ഇവിടെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എത്ര നാൾ എൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കും. ശത്രുക്കൾ എന്താണ് സങ്കീർത്തകന് അഭിമാനക്ഷതം വരുത്തുന്നു എന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. അവരെക്കുറിച്ച് വ്യാജം അന്വേഷിക്കുന്നവർ. അപ്പോൾ ഈ നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഇല്ലാവചനങ്ങൾ പരത്തി സങ്കീർത്തകനെ ബുദ്ധിമുട്ടിക്കുകയാണ് ഈ ശത്രുക്കളായ ആളുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് സങ്കീർത്തകൻ അവിടെ പറയുന്നത്. വീണ്ടും നമ്മൾ 3-ാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് 4ഉം 5ഉം വാക്യങ്ങളാണ്. അത് സഹോദരന്മാർക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. അവിടെ പറയുകയാണ്, നിങ്ങൾ കോപിച്ചു കൊള്ളുക, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങൾ കിടക്കയിൽ വെച്ച് ധ്യാനിച്ച് മൗനമായിരിക്കുക. ഉചിതമായ ബലികൾ അർപ്പിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പ്രകോപനങ്ങൾക്ക് മുൻപിൽ നിങ്ങൾ അസ്വസ്ഥരാകരുത് എന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. നമ്മൾ പലപ്പോഴും കോപിക്കുന്നത് എപ്പോഴാണ്? മറ്റുള്ളവർ നമ്മളെ പ്രകോപിപ്പിക്കുമ്പോൾ, മറ്റുള്ളവർ നമ്മളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുമ്പോൾ ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾ
പ്രകോപിതരാകരുത് എന്ന് സങ്കീർത്തകൻ പറയുകയാണ്. നമുക്ക് ഇവിടെ കാണാനായിരിക്കുന്ന മറ്റൊരു കാര്യം, ഇത്തരം അസ്വസ്ഥതകളെ അംഗീകരിക്കുന്നതിനോടൊപ്പം പാപം ചെയ്യരുത് എന്ന താക്കീത് സങ്കീർത്തകൻ ശക്തമായിട്ട് നൽകുകയാണ്. അസ്വസ്ഥതകളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടായാൽ പോലും പാപം ചെയ്യാതെ ആത്മസംയമനം പാലിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതിനായിട്ട് നമുക്ക് സാധിക്കണം എന്നാണ് സങ്കീർത്തകൻ ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ദുഷ്ടർക്ക് അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകി നമ്മുടെ മഹത്വം നമ്മൾ കളഞ്ഞു കുളിക്കരുത് എന്നാണ് സങ്കീർത്തൻ ഇതുവഴിയായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതിനായിട്ട് ശ്രമിക്കുന്നത്. നാലാമത്തെ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വീണ്ടും അവിടെ ദൈവത്തോട് സംസാരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ സങ്കീർത്തകൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആത്മസന്തോഷവും സുഖനിദ്രയും കർത്താവിൽ നിന്ന് ലഭിക്കുന്നു എന്നാണ്. അവിടെ പറയാണ്, ആര് നമുക്ക് നന്മ ചെയ്യും? കർത്താവ് അങ്ങയുടെ മുഖകാന്തി ഞങ്ങളിലെ പ്രകാശിപ്പിക്കണമേ എന്ന് പലരും പറയാറുണ്ട്. ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. ഞാൻ പ്രശാന്തമായിട്ട് കിടന്നുറങ്ങും. എന്നാൽ കർത്താവ് അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത് എന്ന്. ഐശ്വര്യം എന്നൊക്കെ നമ്മളിൽ പലരും വിളിക്കുന്നത് ഭൗതിക സമൃദ്ധിയെയാണ്. ഭൗതികമായിട്ട് സമ്പത്തും സ്ഥാനമാനങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും അവന് ഐശ്വര്യമുണ്ടായി എന്ന് നമ്മൾ പറയും. എന്നാൽ കർത്താവിൻ്റെ മുഖകാന്തി തങ്ങളുടെ മേൽ പ്രകാശിക്കുന്നത് സമ്പൽ സമൃദ്ധിയിലൂടെ മാത്രമേ പലർക്കും അളക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സമ്പൽ സമൃദ്ധി അല്ലെങ്കിൽ ഐശ്വര്യം ഉണ്ടാകുമ്പോൾ മുഖകാന്തിയും ഉണ്ടാകുന്നു എന്നാണ് സങ്കീർത്തകൻ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നതിനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ ഞെരുക്കങ്ങൾക്കിടയിലും ആത്മാവിൻ്റെ വിസ്തൃതി ഏറ്റുവാങ്ങാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. നമ്മളുടെ ബാഹ്യമായിട്ടുള്ള ഞെരുക്കങ്ങളൊക്കെ നമുക്കുണ്ടായാലും ആത്മാവിൽ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കുക, അതാണ് ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമെന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. അതിനാൽ സങ്കീർത്തകൻ്റെ ജീവിതം മുള്ളുകൾക്കിടയിലെ പനിനീർപ്പൂവിനെ പോലെയാണെന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. ഏത് പനിനീർ ചെടിയിലും പനിനീർപ്പൂവ് ഉണ്ട്, അതുപോലെ തന്നെ മുള്ളുകളുമുണ്ട്. ഈ മുള്ളുകളുണ്ട് എന്ന് കരുതി ആരും പനിനീർപ്പൂവിനെ സമീപിക്കാതിരിക്കുന്നില്ല. പനിനീർപ്പൂവിൻ്റെ മനോഹാരിത ആസ്വദിക്കാനായിട്ട് തയ്യാറാകാതെയും ഇരിക്കുന്നില്ല. അപ്പോൾ സങ്കീർത്തകൻ പറയുകയാണ്, സങ്കീർത്തകൻ്റെ ജീവിതമെന്ന് പറയുന്നത് മുള്ളുകൾക്കിടയിലെ പനിനീർ പൂ പോലെയാണ്. പ്രയാസങ്ങളും പ്രതിസന്ധികളും അതുപോലെ ഞെരുക്കങ്ങളും ഒക്കെയുണ്ട്. പക്ഷെ മനോഹരമായിട്ടുള്ള ഒരു പുഷ്പവും ആ ജീവിതത്തിൽ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കും. കാരണം ദൈവിക ആനന്ദത്തിൽ അദ്ദേഹം നിറഞ്ഞിരിക്കുന്നു എന്നാണ് സങ്കീർത്തകൻ ഈ സങ്കീർത്തനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നത്. ഈ സങ്കീർത്തകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സുരക്ഷിതത്വം കണ്ടെത്തുന്നത് സമ്പത്തിലോ അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളിലോ അതല്ലെങ്കിൽ അധികാരത്തിലോ ഒന്നുമല്ല, മറിച്ച് ദൈവത്തിൽ സുരക്ഷിതത്വം കണ്ടെത്തുന്നു. ആ സുരക്ഷിതത്വത്തിൽ നിന്നുണ്ടാകുന്ന ആനന്ദമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ പ്രതിഫലിച്ച് കാണിക്കുന്നതിനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നത്. ഇനി നമ്മൾ 4-ാം സങ്കീർത്തനവും ക്രിസ്തുവുമായിട്ട് ഒന്ന് താരതമ്യപ്പെടുത്തി പഠിച്ചാൽ ഈശോ പറയുന്നുണ്ടല്ലോ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ, ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. അപ്പോൾ ഇത് സങ്കീർത്തനം 4:4 ഒരു പ്രതിധ്വനിയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ? കോപിച്ചു കൊള്ളുക, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങൾ കിടക്കയിൽ വെച്ച് ധ്യാനിച്ച് മൗനമായിരിക്കുക. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമായിട്ട് മാറും. വീണ്ടും മത്തായി 10:6 വരുമ്പോൾ ഈശോ പറയുന്നുണ്ട്, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പത്തെ പോലെ വിവേകികളും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. അതും ഇവിടെ അർത്ഥവത്താണ്. ഞെരുക്കങ്ങൾ അതല്ലെങ്കിൽ പ്രതിസന്ധികൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ശാന്തത കൈവിടാതെ നമുക്ക്
മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണമെങ്കിൽ ദൈവത്തിൽ സുരക്ഷിതത്വം അതുപോലെ തന്നെ ആനന്ദവും കണ്ടെത്തിക്കൊണ്ടു പോകുന്ന ആളുകളായിരിക്കണം. വീണ്ടും മത്തായി 11:28 പറയുന്നുണ്ട്, അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന്. ഇത് ഈ 4-ാം സങ്കീർത്തനത്തിലൂടെ സങ്കീർത്തകൻ വരച്ചു കാട്ടുന്ന ദൈവത്തിൻ്റെ ചിത്രത്തോട് ഏറെ സാമ്യമുണ്ട്. ഞെരുക്കത്തിൽ മനുഷ്യന് സന്തോഷം കൊടുക്കുന്ന, അല്ലാതെ വിസ്തൃതിയേകുന്ന ഒരു ക്രിസ്തുവിനെയാണ് ഈ വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന്. പൗലോസ് അപ്പോസ്തലൻ എഫേസൂസുകാർക്ക് എഴുതിയപ്പോൾ 4-ാം അധ്യായത്തിൽ 26-ാം വാക്യത്തിൽ എഴുതുന്നുണ്ട്, നിങ്ങൾ കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത് എന്ന്. ഒരുപക്ഷെ പൗലോസ് ഇത് എഴുതുന്നത് ഈ 4-ാം സങ്കീർത്തനം വായിച്ചതിന് ശേഷമായിരിക്കാം. 4-ാം സങ്കീർത്തനത്തിൽ നിന്നും കിട്ടിയ ആ ചൈതന്യത്തെ എഫേസൂസുകാർക്ക് എഴുതിയപ്പോൾ അദ്ദേഹം വാക്കുകളാക്കി മാറ്റുന്നതായി നമുക്കിതിനെ വേണമെങ്കിൽ കാണാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ 4-ാം സങ്കീർത്തനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തിലെ സുരക്ഷിതത്വവും അതുപോലെ തന്നെ ആനന്ദവും കണ്ടെത്തുന്ന ഒരു ഭക്തനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവമാണ് നമ്മുടെ ജീവിതത്തിലെ അഭയശില. ആ ശിലയിലാണ് നമ്മൾ സുരക്ഷിതത്വവും അതുപോലെ തന്നെ ആനന്ദവും കണ്ടെത്തിക്കൊണ്ട് ജീവിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും ഞെരുക്കങ്ങളെയും ഒക്കെ തരണം ചെയ്തുകൊണ്ട് പോകുന്നതിനുള്ള ശക്തിയും കൃപയും ലഭിക്കും എന്നാണ് സങ്കീർത്തകൻ ഇതുവഴിയായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വചനോപാസന. സ്വർഗസ്ഥ
da ba ga ri ya ba bi da su ga 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 ri sa ri ga ga ba da da ri ga 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 da ba ga ri ga sa da ba ga ri ya ba bi da su bi pa da da ba ga ri sa ri ga ri sa da sa ri ga ba da sa da ba ga ri ya ba bi da su bi pa da da ba ga ri sa ri ga ri sa da sa ri ga ba da sa da ba ga ri ya ba bi da su bi sa ri ga ri sa da da ba ga ri sa ri sa da ri ri ga ba ba da da sa ri ga ri da sa ri da ba da 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 ga ba da ba ri da ba ga ri sa ri ya ba bi da su